അപ്പോൾ പഠിക്കാൻ മാർഗം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ആ കാലത്ത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക അത്ര മാത്രം. അപ്പോൾ ഇത് എന്താ പറയുക, പറ്റാവുന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് മോമോസ് വ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ചെറിയൊരു ഷോപ്പിംഗാണ്. കുറച്ച് കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്സ് സാധനങ്ങളെല്ലാം തന്നെ വാങ്ങണം. അപ്പോൾ ഫ്ലാറ്റിൽ ആദ്യം പോയിട്ട് മനുമോനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. കാരണം ഷോപ്പിങ്ങിന് മനുവിനെ കൊണ്ടുപോകുന്നത് സേഫ് അല്ല. അപ്പോൾ അവനവിടെ തട കൂടെ പറഞ്ഞു വിട്ടു. ഞാൻ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് മൂക്ക് വരെ കവർ ചെയ്യുന്നത്. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഗ്ലൗസ് ഉണ്ട്. കാരണം ഞാൻ ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ വന്നു പോവും. സോ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാസ്ക് കൂടാതെ വേറൊരു മാസ്ക് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, സേഫ്റ്റി. അപ്പോൾ ഞാൻ ഏകദേശം തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മുന്നിൽ നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ സ്റ്റാച്ചു ആണ് കാണുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തന്നെ പറയണം. ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് പറയുന്നത്. എങ്കിലും നല്ല തിരക്കുണ്ട്. ഓട്ടോറിക്ഷകളൊക്കെ നിരയായിട്ട് കിടക്കുന്നു. സ്റ്റാൻഡിൽ സാധാരണ ഈ സമയത്ത് വല്ലാതെ തിരക്കുള്ളതാണ്, പക്ഷെ അത്ര തിരക്കൊന്നുമില്ല. കാരണം ബസ്സുകളൊക്കെ ഓടുന്നതൊക്കെ വളരെ റെസ്ട്രിക്ഷൻ ഉള്ള കാരണം. പക്ഷെ എന്നാലും ഓട്ടോകളെല്ലാം ഉണ്ട്. പിന്നെ പോലീസ് എപ്പോഴും നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ കാണുന്നതാണ്. ഞാനപ്പോൾ ഹൈ റോഡിലത്തെ ഹോൾസെയിൽ മാർക്കറ്റാണ് നമ്മുടെ തൃശ്ശൂരത്തെ ഹൈ റോഡ്. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പ്രീമിയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ബുക്സും കാര്യങ്ങളും എല്ലാം വാങ്ങുന്നത്. ഇവിടെയും അതെ, നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഇത്രയും തിരക്കിൽ വന്നിറങ്ങുമ്പോൾ. അപ്പോൾ ഇതാണ് പ്രീമിയർ ഷോപ്പ്. ഇവിടുത്തെ ഒരു വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഈ കുട്ടി നമുക്ക് വേണ്ട ബുക്കുകൾ എടുത്തു തരാണ്. 200 ബുക്കാണ് വരിയിട്ടത് വേണ്ടത്, പിന്നെ 50 വരിയിടാത്ത പുസ്തകം. അപ്പോൾ പെൻസിൽസ്, പേന, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്നതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസുകൾ. പൗച്ചുകൾ, പേന, സ്കെയിൽ, റബ്ബർ, അങ്ങനെ പറ്റാവുന്ന അത്രയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഷോപ്പിലായ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തെ ആളുകളെ വെയിറ്റ് ചെയ്ത്, അതായത് ഒരു സമയത്ത് ഇത്ര ആൾക്കാരെ കയറുള്ളൂ. അപ്പോൾ പുറത്തേക്ക് എല്ലാതും പാക്ക് ചെയ്ത് ബില്ല് ചെയ്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് പാർക്കിങ്ങില്ല, ആള് വന്നോളൂ, കുഴപ്പമില്ല. ബാഹുബലി എടുത്ത ഹലോ, where is Amma? Don't touch it. Go hand wash. പോ. ആ തരാം, ഹാൻഡ് വാഷ് ചെല്ല്. അപ്പം നമുക്കിത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഉള്ളിൽ കയറ്റാം. അതാണ് നല്ലത് അല്ല? അപ്പം ഡെറ്റോള് വെച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉള്ളിൽ കൊണ്ടുപോകാം. സമാധാനത്തിന് തന്നെ കൊറോണയുടെ അടുത്തുള്ള ഒരു സമാധാനം. അത് മാറി നിൽക്കും, ടെസ്റ്റിന് എടുക്കുന്ന നേരത്തിന് മാറി നിൽക്കുത്ര. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം മതി മതി. ആർക്കും വേണ്ടാത്തായിരുന്നു ഡെറ്റോള്. ഇപ്പൊ എന്തായി? ഈ മാസ്ക് അങ്ങോട്ട് വെച്ചു. മാസ്ക് സാനിറ്റൈസ് ചെയ്യുന്നല്ലോ. മാസ്ക് എങ്ങനെ നമുക്ക് സാനിറ്റൈസ് ചെയ്യാം? കൊറോണയെ പോയി വരി ഗോ ഗോ സാനിറ്റൈസ്. നല്ല വെയിറ്റ് ഉണ്ട്. കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ വെക്കിടാ. എന്നാവോ 8 വരിയിട്ടതും 2 വരിയിടാത്തതും ബുക്ക്.
അയ്യോ അടുത്ത കൊല്ലമില്ല. അമ്മലി ഈ കാണിച്ചേ. ഞാനും നടക്കൂ വെക്കി. അങ്ങനെ വെരി ഗുഡ്. ആരാ പറഞ്ഞ എന്റെ മോന് ബുദ്ധിയില്ലാന്ന്? ബുദ്ധി ഓവറായ പ്രശ്നം. ഓ വൃത്തിയുണ്ട്. വീതം വെക്കി. ഓരോരോ ബോക്സ് അങ്ങനെ തന്നെ. ആ ഓരോന്ന് വെക്കി. അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഒരു സ്കെയില്, അതുപോലെ തന്നെ 2 കട്ടർ, അപ്സരയുടെ തന്നെ ഒരു വലിയ റബ്ബർ, ചെറിയ റബ്ബറല്ല വലുത്, പിന്നെ 3 പെൻസിൽസ്, അതുപോലെ ഒരു റോള് ബ്രൗൺ പേപ്പർ, പിന്നെ നെയിം സ്ലിപ്പ്. ജസ്റ്റ് നമ്മളൊരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ വെച്ചതാണ്. പിന്നെ 20 പേനകളുള്ള ഒരു ബോക്സ്. അങ്ങനെ പിന്നെ ബുക്സ് എന്ന് പറയുമ്പോൾ 8 വരിയിട്ട ബുക്കും 2 വരിയിടാത്ത ബുക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ കിറ്റിലുണ്ടാവുന്ന ഐറ്റംസ്. കുറവാണ്, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതാണ്. അപ്പോൾ ഒരു പൗച്ച് ഉണ്ട്. ആ പൗച്ചിലേക്ക് ഈ പെൻസിൽസും കട്ടറും സ്കെയിലെല്ലാം കൂടിയിട്ട് പാക്ക് ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടി സൗകര്യമാവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ നമ്മുടെ പാക്കിങ് ഏകദേശം തീരാറായി. അപ്പം മനുമോന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാം പാക്ക് ചെയ്യാലും എല്ലാതും ചെയ്തത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെയാണ്. അവന് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. Ready. Amma. Gimme. Grandma will come. Grandma, gimme. Malla, slow. Silpa വീഴും. Slowly. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അപ്പോൾ ഒരു അമ്മയുടെ ഫ്രണ്ടായിട്ടുള്ള രജനി ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെ വീട്ടിലാണ്. നമുക്കൊരു പ്രചോദനം, അതേമാതിരി 10ാം ക്ലാസ്സൊക്കെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, സഹായമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു നിലയ്ക്ക് തന്നെ എടുക്കണത്. അപ്പോൾ അത് നമ്മൾ ഉഷാറായിട്ട് പഠിക്കുന്നത് വേണം. അപ്പോൾ അതിനുള്ളൊരു ഇതാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇല്ല നമ്മളെ നിങ്ങൾ നാളെ വേറൊരാൾക്ക് ചെയ്യാത്ര തന്നെ. ഞങ്ങളിത് കുറെ വർഷങ്ങളായിട്ട് ചെയ്തതാണ്. സാറിനെ കൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം, അത് മാത്രം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇനി നമുക്ക് അത് മാത്രമല്ല, അല്ലാണ്ട് നാളെ ഇപ്പൊ അയ്യോ ആ ആന്റി തന്നതാണ്, ആന്റിനെ കാണുമ്പോൾ ഓടി മാറുന്നു വേണ്ട. ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങൾ എന്നെ അറിയില്ല. നന്നായി പഠിക്കുക. ഇപ്പൊ ശരിക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇതേ ആ ചേച്ചി ചെയ്യും. ആ മുഖം കാട്ടിയെടുത്താൽ ഈ നിൽക്കുന്ന ആള് ടീച്ചറാണ്. പക്ഷെ ജോലിക്ക് പോയില്ല, മടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള രണ്ടാമതാളുണ്ട്. ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. സ്കൂളിലേക്ക് പോവാറുണ്ട്, ഫ്രീ ആയിട്ട് സജസ്റ്റിലൊക്കെ ആള് പോവാറുണ്ട്. ഞങ്ങൾക്കൊന്നും പഠിക്കാൻ മാർഗം ഉണ്ടായിരുന്നില്ല സത്യത്തില് ആ കാലത്ത്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക അത്ര മാത്രം. അപ്പോൾ ഇത് എന്താ പറയുക, പറ്റാവുന്നത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും എല്ലാവരും മുഖമൊന്നും കാണണമെന്നൊന്നുമില്ല, പക്ഷെ പഠിച്ചതേ ഇവർക്കറിയാലോ നിങ്ങളെ, അത് മതി. അപ്പോൾ അത് കൊടുത്തിട്ട് രജനിയെ മെമ്പറ് മെമ്പറിന് ഇവരോട് പറയണ്ട, നല്ലോണം പഠിക്കാൻ തന്നെയാണ് നിങ്ങളൊരു സഹായം. അപ്പോൾ പരിപാടി കഴിഞ്ഞു. സ്റ്റഡി ഫ്യൂച്ചർ. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ബെല്ലടിക്കാൻ വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ.